നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ ചുറ്റും ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ റൂമിനകത്ത് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഞാൻ എൻ്റെ റൂമിനകത്ത് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാനും ലിസ്റ്റ് ഔട്ട് ചെയ്തു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വീട്ടിന്റെ ചുറ്റും എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ നോക്കി, നാട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ നമുക്ക് ചുറ്റും എന്തുണ്ടെന്ന് മനസ്സിലായി. ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? പിന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അല്ലേ? നമ്മളെ കയ്യിലിരിക്കുന്ന നോട്ട്ബുക്കും പേനയും പേപ്പറും വേറെ എന്താ പെൻസിലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? സോ വി ക്യാൻ ഗ്രൂപ്പ് ഒബ്ജക്ട്സ് ഇൻ ഡിഫറെന്റ് വേസ്. നമുക്ക് ഒബ്ജക്ട്സിനെ ഡിഫറെന്റ് വേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിന്റെ ബേസിസിൽ മാത്രമല്ലേ? അതല്ലാതെ ഇനിയും നമുക്ക് വേറെയും കുറെ കാറ്റഗറി ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ലേ മെറ്റീരിയൽസിനെ? ഫോർ എക്സാമ്പിൾ ഷേപ്പിന്റെ ബേസിസിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ? ഷേപ്പിന്റെ ബേസിസിൽ എങ്ങനത്തെ ഷേപ്പ്? റൗണ്ട് ഷേപ്പിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ ചുറ്റും. വേറെയോ ചതുരാകൃതിയിലുള്ള റെക്ടാങ്കുലർ ഷേപ്പിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം ഷേപ്പിന്റെ ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? ഷേപ്പിന്റെ ബേസിസിൽ റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ളതുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, റൗണ്ട് ഷേപ്പിലുള്ളത്, റൗണ്ട് ഷേപ്പിൽ അല്ലാത്തത്. റൗണ്ട് ഷേപ്പിലുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ചുറ്റും റൗണ്ട് ഷേപ്പിലുള്ളത് അല്ലെ? ബോള്, എന്താ ക്രിക്കറ്റ് ബോൾ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്. ഇതൊക്കെ എന്ത് ഷേപ്പിലുള്ളത്? റൗണ്ട് ഷേപ്ഡ് അല്ലേ? സോ റൗണ്ട് ഷേപ്പിലുള്ള മെറ്റീരിയൽസ്. പിന്നെ ഈറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ഓറഞ്ച്, ആപ്പിൾ, ഇതൊക്കെ റൗണ്ട് ഷേപ്പ് അല്ലേ? ഓൾമോസ്റ്റ് ഇതിനൊരു റൗണ്ട് ഷേപ്പ് അല്ലേ ഉള്ളത്? സോ റൗണ്ട് ഷേപ്പിലുള്ളതും റൗണ്ട് ഷേപ്പിൽ ഇല്ലാത്തതും എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. റൗണ്ട് ഷേപ്പിലുള്ള മെറ്റീരിയൽസ് നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് അല്ലാത്ത മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഡോർ റൗണ്ട് ഷേപ്പിലാണോ ഇരിക്കുന്നത്? അല്ലല്ലേ, അതിന് റെക്ടാങ്കുലർ ഷേപ്പ് ആണല്ലേ? അപ്പം റൗണ്ട് ഷേപ്പിലുള്ളതും റൗണ്ട് ഷേപ്പിൽ ഇല്ലാത്തതും പറഞ്ഞ് നിങ്ങൾക്കൊരു ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാ പറയുന്നത് ഒബ്ജക്ട്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെന്റ് വേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതായിട്ട് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തൂടെ? ദാറ്റ് ഈസ് ഈറ്റബിൾസ് ആൻഡ് നോൺ ഈറ്റബിൾസ്, ഓർ എഡിബിൾ ആയിട്ടുള്ളതും അല്ലാത്തതും, എഡിബിൾ ആൻഡ് നോൺ എഡിബിൾ. കഴിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാ മക്കളെ? എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും? അത് ഈ പറഞ്ഞിരുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൊറോട്ട, ചിക്കൻ, ഇതൊക്കെ എന്താണ്? കഴിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണല്ലേ? ചെയർ, ടേബിൾ, വിൻഡോ, ഫാൻ, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അത് കഴിക്കാൻ പറ്റാത്ത കാറ്റഗറിയിൽ വരുന്നതാണല്ലേ? സോ നമുക്ക് കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതും എന്ന് പറഞ്ഞാൽ നമുക്ക് അതും എന്താണ്? ഒരു ഡിഫറെന്റ് വേ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഞാൻ പറയുന്നു ജീവനുള്ളതും ജീവനില്ലാത്തതും, ലിവിങ് ആൻഡ് നോൺ ലിവിങ്. വേറൊരു കാറ്റഗറി പറയാം മക്കളെ ഞാൻ, ലിവിങ് ആൻഡ് നോൺ ലിവിങ്. അതൊരു ക്രൈറ്റീരിയ അല്ലേ ക്ലാസിഫൈ ചെയ്യാനുള്ള? ലിവിങ് ആയിട്ടുള്ള എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് നമ്മുടെ ലിവിങ് ആയിട്ടുള്ള എന്തൊക്കെ ആൾക്കാരാണ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ളത്? ലിവിങ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പെറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? കാറ്റ് ഉണ്ടാവും, ഡോഗ് ഉണ്ടാവും, കൗ ഉണ്ടാവും. ഇതൊക്കെ ലിവിങ് ആണല്ലേ? പാരറ്റിനെ വളർത്തുന്ന ആൾക്കാരുണ്ടാവും, മൊയലിനെ വളർത്തുന്ന ആൾക്കാരുണ്ടാവും, റാബിറ്റ്, ഇതിനൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടാവും. സോ ദീസ് ഓൾ കംസ് അണ്ടർ ലിവിങ് കാറ്റഗറി. പിന്നെയോ ഹ്യൂമൻ ബീങ്സ് ലിവിങ് അല്ലേ? ഹ്യൂമൻ ബീങ്സും ലിവിങ് ആണ്. നോൺ ലിവിങ് ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടേബിള്, ചെയർ, ഇതൊക്കെ എന്താണ്? നോൺ ലിവിങ് ആണ്. അങ്ങനെ നമുക്ക് ലിവിങ് ആൻഡ് നോൺ ലിവിങ് എന്ന് തിരിക്കാം. എഡിബിൾ ആൻഡ് നോൺ എഡിബിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാക്കാം. ഷേപ്പിന്റെ ബേസിസിൽ റൗണ്ട് ഷേപ്ഡ് അല്ലാത്തത് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ഒബ്ജക്ട്സിനെ ഡിഫറെന്റ് വേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഗ്രൂപ്പ് ഒബ്ജക്ട്സ് ഇൻ ഡിഫറെന്റ് വേസ്. അത് മനസ്സിലായില്ലേ മക്കളെ? സോ the object around us are made of different materials. നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ? സ്വിച്ച് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടല്ല അല്ലേ പെൻ ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. At times, an objects are made of
At times, an object made of single materials, also an object could be made of different materials. ചിലപ്പം ഒബ്ജക്ട്സിന് സിംഗിൾ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ചിലപ്പം ഡിഫറെന്റ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മൾ പഠിച്ചില്ലേ, ചെയർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പ്ലാസ്റ്റിക് ചെയേഴ്സ് ഉണ്ട്, വുഡൻ ചെയേഴ്സ് ഉണ്ട്, ഓൾസോ മെറ്റൽ കൊണ്ട് നമുക്ക് ചെയർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. One material could be used for making many different objects. ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. പേപ്പർ വെച്ചിട്ട് എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയല്ലേ, മണി ഉണ്ടാക്കിയല്ലേ, നോട്ട്ബുക്ക് ഉണ്ടാക്കി, 10 രൂപ നോട്ട്, 50 രൂപ നോട്ട്, 100 രൂപ നോട്ട് ഒക്കെ നമ്മൾ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? പേപ്പർ വെച്ചിട്ടാണല്ലേ. പിന്നെയോ എക്സാം പേപ്പർ, നമ്മൾ പരീക്ഷ എഴുതുന്ന പേപ്പർ ഒക്കെ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? പേപ്പർ വെച്ചിട്ടാണ്. പേപ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് എന്ത് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വൺ മെറ്റീരിയൽ കുഡ് ബി യൂസ് ഫോർ മേക്കിംഗ് മെനി ഡിഫറെന്റ് ഒബ്ജക്ട്സ്. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരമായിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ മെനി ക്രൈറ്റീരിയ. നമുക്ക് മെനി ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഇതുവരെ കൊടുത്തിരിക്കുന്നത്? ലിവിങ്, നോൺ ലിവിങ്, റൗണ്ട് ഷേപ്ഡ്, അല്ലാത്തത് വേറെ ഡിഫറെന്റ് ഷേപ്ഡ് ആയിട്ടുള്ളത്, പിന്നെയോ എഡിബിൾ, നോൺ എഡിബിൾ, പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ബേസിസിൽ അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ക്രൈറ്റീരിയ വെച്ചിട്ട് മെറ്റീരിയൽസിനെ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. The sorting of objects into groups within each group having its own characteristics is called the classification of object. അപ്പം ഒബ്ജക്ട്സിനെ ഡിഫറെന്റ് ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്യുകയും ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് അല്ലെ. പേപ്പറിനുള്ള ക്വാളിറ്റിയും ക്യാരക്ടറിസ്റ്റിക്സും അല്ല വുഡിനുള്ളത്, കുറച്ചും കൂടി ഹെവി ആണല്ലേ. അപ്പം അങ്ങനത്തെ ഒരു വർക്ക്, ചെയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പേപ്പർ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ ഉള്ളത് അങ്ങനത്തെ മെറ്റീരിയൽസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഗ്രൂപ്പിന്റെ അകത്തേക്ക് വരുത്തുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട്സ്. അതിനെയാണ് എന്ത് പറയുക? ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. Sorting of objects into groups with each group having its own characteristics is called the classification of objects. The substances can also be grouped by the similarity of the materials used to make them. സബ്സ്റ്റൻസസിനെ മെറ്റീരിയൽസിന്റെ സിമിലാരിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉണ്ടാക്കുന്ന ഇയറിംഗ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടല്ലേ. ഇയറിംഗ്സ് ഉണ്ടാക്കാൻ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും അല്ലാതെ ഫാൻസി ഐറ്റംസ് ആണെങ്കിലും അതിനൊക്കെ ഒരു പെക്യുലാരിറ്റി ഉണ്ടാവും. അത് നമ്മളിപ്പം എന്താ കണ്ണെഴുതാൻ ഉപയോഗിക്കുന്ന ഐറ്റം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണോ നമ്മൾ ലാഷസ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണോ നമ്മൾ ഇയറിംഗ്സ് ഉണ്ടാക്കുന്നത്? അല്ല. ഓരോന്നിനും ഓരോ പർപ്പസിനും വേണ്ടിയിട്ട് എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. അതാ പറയുന്നത് the substance can also be grouped by the similarity of the materials used to make them. നമ്മൾ ഇയറിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് ഒരു സിമിലാരിറ്റി ഉണ്ട്. ആ സിമിലാരിറ്റിന്റെ ബേസിസിലാണ് നമ്മൾ ആ ഇയറിംഗ്സ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ അതാണ്. അപ്പൊ അത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇത്രയും നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രഡക്ടറി പോർഷൻ മാത്രമായിരുന്നു. എന്താ പറഞ്ഞത്? നമ്മുടെ ചുറ്റും ഒരുപാട് സാധനങ്ങളുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഡിഫറെന്റ് ക്രൈറ്റീരിയന്റെ ബേസിസിൽ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ്, ഒരു ഒബ്ജക്റ്റ് തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓൾസോ ഒരൊറ്റ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഒബ്ജക്ട്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്രയാണ് നമ്മൾ ഈ പോർഷന്റെ സ്റ്റാർട്ടിങ് മാത്രമാണ് പറഞ്ഞത്. നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ കമ്മിങ് ടു പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. സോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. വൈ എ ടംബ്ലർ നോട്ട് മെയ്ഡ് വിത്ത് എ പീസ് ഓഫ് ക്ലോത്ത്? ഒരു ടംബ്ലർ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പീസ് ഓഫ് ക്ലോത്ത് വെച്ചിട്ട് നമ്മളൊരു ടംബ്ലർ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? അല്ലെങ്കിൽ ഫോർ കുക്കിംഗ് പേപ്പർ ലൈക്ക് മെറ്റീരിയൽസ് ആർ നോട്ട് യൂസ്ഡ്. കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പേപ്പറിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് അരിയിട്ടിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കുക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് പേപ്പർ ഉപയോഗിക്കുന്നില്ല എന്ന്? എന്തുകൊണ്ടായിരിക്കും മക്കളെ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കാത്തത്?
അല്ലെങ്കിൽ നമ്മളൊരു ടംപ്ലർ ഉപയോഗിച്ചിട്ട് ഒരു ടെംപ്ലർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഓഫ് ക്ലോത്ത് ഉപയോഗിക്കാത്ത എന്തുകൊണ്ടായിരിക്കും? ഒരു പീസ് ഓഫ് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് കുടിച്ചാൽ പോരെ നമുക്ക്? എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത്? എന്തുകൊണ്ടാ ചെയ്യാത്തത്? അതെ, അതെന്താ? ആ പീസ് ഓഫ് ക്ലോത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ല. ക്ലോത്ത് is not having എന്തില്ല? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. കുട്ടിയായിരിക്കുമ്പോ നിങ്ങൾ ഇതൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ടാവും അല്ലേ? ചെറിയ പ്രായത്തില് നിങ്ങൾ ഒരു തുണി എടുത്തിട്ട്, ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയിട്ടുണ്ടാവും. എന്താ ചെയ്യുന്നുണ്ടാവുക? അതിങ്ങനെ യൂസ് ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലെ, പുറത്തേക്ക് പോയിട്ടുണ്ടാവും അല്ലെ. സോ ഒരു ടംപ്ലറിന് വേണ്ടുന്ന ആവശ്യത്തിന്, ഒരു ടംപ്ലർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല? ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. ആൻഡ് ഓൾസോ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ ഉപയോഗിക്കുന്നില്ല. ടംപ്ലർ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടംപ്ലറിന് വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അത് യൂസ് ചെയ്ത് പോകും അല്ലേ. ഓൾസോ കുക്കിങ്ങിന് വേണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, പേപ്പറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു, അപ്പോഴേക്കും പേപ്പർ നനഞ്ഞിട്ടുണ്ടാവും അല്ലേ. പിന്നെ അത് നമ്മൾ തീയിലേക്ക് വെക്കണം. അതിനകത്തേക്ക് നമുക്ക് അരിനൊക്കെ അത് റൈസിനൊക്കെ അതിന് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ ആ പേപ്പറിന്? ഓർ എൽസ് നമ്മൾ ആ പേപ്പറിനെ എടുത്ത് തീയിലിട്ടാൽ എന്താ സംഭവിക്കുക? ബേൺ ആയി പോവും അല്ലേ. പേപ്പർ കത്തിപ്പോവും. പിന്നെ നമുക്ക് അതിന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? നമുക്ക് കഴിക്കണ്ടേ ഇത് കുക്ക് ചെയ്തിട്ട്? നമുക്ക് കുക്ക് ചെയ്ത് കിട്ടുമോ അത് പേപ്പറിൽ ചെയ്ത് കഴിഞ്ഞാൽ? കിട്ടില്ല അല്ലെ. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാ നമ്മള് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഓരോരോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാ അല്ലെ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെറ്റീരിയലിനെ ചൂസ് ചെയ്യുന്നത്. നമ്മൾ കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ അല്ല എടുക്കുന്നത് അല്ലെ. എന്തെങ്കിലും ഒരു നല്ലൊരു പോട്ടാണല്ലേ ഉപയോഗിക്കുന്നത്. നല്ല എല്ലാം ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, തീ കത്തിക്കുമ്പം കത്തിപ്പോവാത്തതായിട്ടുള്ള, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു പോട്ട് എടുത്ത് അടുപ്പിൽ വെച്ചു, അതിനകത്ത് കുറച്ച് സാധനം വെള്ളവും അരിയും പയറും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ തീ കൊടുത്തു. അപ്പൊ തന്നെ പോട്ട് കരിഞ്ഞു പോയി. എങ്ങനെ ഇരിക്കും? നമുക്ക് വേണ്ട ഫുഡ് കിട്ടുമോ? നമുക്കത് കുക്ക് ചെയ്ത് കിട്ടുമോ? അല്ല, നമുക്ക് ബുദ്ധിയുണ്ട്. നമ്മളപ്പോ എന്താ ചെയ്യാം? തീയിൽ കത്തിപ്പോവാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ എന്തുണ്ടാക്കുക? ഒരു പോട്ട് ഉണ്ടാക്കുക. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കുക്കിങ്ങിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഫുഡ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടതിനനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കുക്കിംഗ് ചെയ്തെടുക്കുന്നത്. ഓക്കെ. സോ മെറ്റീരിയൽസ് യൂഷ്വലി ലുക്ക് ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. ഓരോ മെറ്റീരിയലും എന്താണ്? കാണുമ്പം ഓരോന്നും അതിന് ഓരോരോ പ്രോപ്പർട്ടിയാണ്. ഓരോ മെറ്റീരിയൽസും അതിൽ ഓരോന്നിൽ നിന്നും വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലെ. വുഡ് ലുക്സ് വെരി ഡിഫറെന്റ് ഫ്രം അയൺ. അയൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഇല്ലേ, ഇരുമ്പ്. അയൺ നിങ്ങൾക്ക് അറിയില്ലേ? ഇരുമ്പ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ലേ? ആ ഇരുമ്പും ഒരു കഷ്ണം മരം, ഒരു മരക്കഷ്ണവും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ. അല്ലെങ്കിൽ ഒരു വുഡും ഒരു പേപ്പറും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ. കാണാൻ തന്നെ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ടല്ലേ. കാണാൻ തന്നെ ഒരു മരക്കഷ്ണവും ഒരു പേപ്പറും ഒരു അയേണും. അയേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇരുമ്പാണേ മക്കളെ, ഇരുമ്പ്. സോ വുഡ് ആയാലും പേപ്പർ ആയാലും മരക്കഷ്ണം ആയാലും അയേൺ ആയാലും ഒക്കെ എന്താണ്? കാണാൻ എന്താണ്? ഡിഫറെന്റ് ആണ്. എല്ലാം കാണുമ്പോൾ എന്താണ്? ഡിഫറെന്റ് അപ്പിയറൻസ് ആണ് അല്ലെ. കാണുമ്പോൾ ഡിഫറെന്റ് ആണ്. അപ്പിയറൻസ് മാത്രമല്ല, ഒരു പേപ്പർ എടുക്കുന്ന അത്ര ഈസിനെസ് ആണോ നമുക്കൊരു വുഡോ അല്ലെങ്കിൽ അയണോ പൊക്കാൻ വേണ്ടി വരുന്നത്? അല്ല, അത് കുറച്ചും കൂടി മാസീവ് ആണ് അല്ലെ. കുറച്ചും കൂടി എന്താണ്? മാസീവ് ആണ് അല്ലെ. പേപ്പറിനേക്കാൾ എന്താണ്? കുറച്ചും കൂടി വെയിറ്റ് കൂടുതലാ അല്ലെ. അയണൊക്കെ എടുക്കുമ്പോ അല്ലെ വുഡൊക്കെ പൊക്കുമ്പോ പേപ്പറിനെ അപേക്ഷിച്ച് നോക്കുമ്പോ എന്താണ്? കുറച്ചും കൂടി വെയിറ്റ് കൂടുതലാണ്. സോ വുഡ് ലുക്സ് വെരി ഡിഫറെന്റ് ഫ്രം അയൺ. വുഡ് അയണിനേക്കാളും ഡിഫറെന്റ് ആണ് കാണാൻ. അയൺ അപ്പിയേഴ്സ് ഡിഫറെന്റ് ഫ്രം കോപ്പർ ഓർ അലൂമിനിയം. ഇനി അയൺ പോലെ അല്ല ഒരു കോപ്പർ. കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്പ്. നമ്മൾ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് കോപ്പർ. ഞാൻ ഇമേജ് കാണിച്ചു തരാവേ. ഇതാണ് ചെമ്പ്. ഇതാണ് ചെമ്പ്. സോ അയൺ അപ്പിയേഴ്സ് ഡിഫറെന്റ് ഫ്രം കോപ്പർ ഓർ അലൂമിനിയം. അലൂമിനിയം പാത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം അതുപോലെയല്ല, അയൺ കാണുന്നത് പോലെയല്ല
അലൂമിനിയവും ചെമ്പൊക്കെ ഉള്ളത് അതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അത് ഡിഫറെന്റ് ആണ് ഇൻ അപ്പിയറൻസ്. At the same time, there may be some similarities between iron, copper and aluminum that are not there in wood. അപ്പം അയണും കോപ്പറും അലൂമിനിയം ഒക്കെ കാണാന് കുറച്ച് ഡിഫറൻസസ് ഉണ്ടെങ്കിലും അത് മൂന്നും കുറച്ചൊരു സാമ്യതയുണ്ട്. പക്ഷെ ആരെ വെച്ച് നോക്കുമ്പം, വുഡിനെ വെച്ച് നോക്കുമ്പം ഇത് മൂന്നും കാണിക്കുന്ന ഒരു കളറോ ഒരു അപ്പിയറൻസോ അല്ല എന്ത് കാണിക്കുന്നത്, വുഡ് കാണിക്കുന്നത്. അപ്പം അയൺ കോപ്പർ ആൻഡ് അലൂമിനിയം കാണിക്കുന്ന സെയിം ഇൻ അപ്പിയറൻസ് അല്ല ആര് കാണിക്കുന്നത് മക്കളെ, വുഡ് കാണിക്കുന്നത്. അത് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. അയണിനെ പോലെയോ അലൂമിനിയത്തെ പോലെയോ അല്ല ആര് കാണാൻ വേണ്ടിയിട്ടുള്ളത്, വുഡ് കാണാൻ വേണ്ടി. അതിന്റെ കളർ തന്നെ നിങ്ങൾ നോക്കൂ, വുഡിന്റെ ഒരു കളറാണോ ഈ അയണിനും കോപ്പറിനൊക്കെ ഉള്ളത്? അല്ല അല്ലെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, ഇവർക്കൊക്കെ എന്തുണ്ടെന്ന് മനസ്സിലായി, ലസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് മനസ്സിലായി. ലസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. യു നോ വാട്ട് ഈസ് ലസ്റ്റർ? നമ്മളോട് ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കളക്ട് സ്മോൾ പീസസ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്. നമ്മൾ ഒരു 3 മെറ്റീരിയൽസിന്റെ കുറച്ച് പീസസ് നമ്മൾ കളക്ട് ചെയ്യണം. എന്തൊക്കെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പേപ്പർ, കാർഡ്ബോർഡ് കളക്ട് ചെയ്യണം, വുഡ് കളക്ട് ചെയ്യണം, കോപ്പർ വയർ കളക്ട് ചെയ്യണം ആൻഡ് അലൂമിനിയം ഷീറ്റ് കളക്ട് ചെയ്യണം, ചോക്ക് കളക്ട് ചെയ്യണം. ഇത്രയും മെറ്റീരിയൽസ് നമ്മളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഒരു പീസ് ഓഫ് പേപ്പർ കളക്ട് ചെയ്യണം. കാർഡ്ബോർഡ് ഇല്ലേടാ, കാർഡ്ബോർഡ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് കിട്ടുന്ന കാർഡ്ബോർഡ് ഇല്ലേ, നമ്മളെങ്കിൽ പുതിയ ഫ്രിഡ്ജ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ്, അതിൽ നിന്നകത്തുനിന്നൊരു പീസ് ഓഫ് കാർഡ്ബോർഡ് എടുക്കുക. വുഡ് എടുക്കണം, മരക്കഷ്ണം എടുക്കുക. അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടാവും, ആ മരക്കഷ്ണം എടുക്കുക. അടുപ്പിന്റെ അടുത്തൊക്കെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും, ആ ഒരു മരക്കഷ്ണം എടുക്കുക. ഒരു കോപ്പർ വയർ എടുക്കുക. ഒരു അലൂമിനിയം ഷീറ്റ് കളക്ട് ചെയ്യുക, അലൂമിനിയം എടുക്കുക. പിന്നെ ചോക്ക് സ്കൂളിലൊക്കെ അല്ലേ ചോക്ക് ഇല്ലേ? അപ്പം ഇത്രയും മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ട് അവർ ചോദിക്കുകയാണേ, ഡു എനി ഓഫ് ദീസ് അപ്പിയർ ഷൈനിങ്? ഈ കാണിക്കുന്ന മെറ്റീരിയല് കാണുമ്പോൾ തന്നെ ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള, ഭയങ്കര ലസ്റ്റർ ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ഭയങ്കര തിളക്കമുള്ള സാധനം ഇതിനകത്ത് ഏതാണെന്ന് അവർ ചോദിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം ഭയങ്കര തിളക്കത്തിൽ കാണുന്നുണ്ടോന്ന്. തിളക്കം ഏതാ? ദിലീപിന്റെ ഒരു സിനിമയുണ്ട്, ആ തിളക്കം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കാണിക്കുന്ന ആരൊക്കെ ഇതിനകത്തുള്ളത്? എന്നിട്ട് നമ്മളോട് പറയുകയാണേ, ഈ ഷൈനിങ് ആയിട്ടുള്ള അപ്പിയറൻസ് കാണിക്കുന്നവരെ സെപ്പറേറ്റ് ദ ഷൈനി മെറ്റീരിയൽസ് ഇൻ ടു എ ഗ്രൂപ്പ്. നമ്മൾ ഈ ഷൈനി മെറ്റീരിയൽസിന് എന്താക്കാൻ പറഞ്ഞു? നമ്മളോട് ഒരു ഗ്രൂപ്പിലേക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ക്ലിയർ അല്ലേ മക്കളെ? നമ്മളോട് കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. പേപ്പർ, കാർഡ്ബോർഡ്, വുഡ്, കോപ്പർ വയർ, അലൂമിനിയം ഷീറ്റ്, ചോക്ക്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നമ്മളോട് ചോദിച്ചു, അത് നോക്കിയിട്ട് പറയും നിങ്ങൾ ഇതിനകത്ത് ഏതിനാ നല്ലൊരു ഷൈനിങ്ങിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മക്കളെ, എന്തെന്നറിയോ? ദാറ്റ് ഈസ് ലസ്റ്റർ. ഈ ലസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഷൈനിങ്ങിന് പറയുന്ന, ഷൈനി ആയിട്ടുള്ള അപ്പിയറൻസിനെ പറയുന്ന പേരാണ് എന്ത്? ദാറ്റ് ഈസ് ലസ്റ്റർ. ഓക്കെ.